ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. UGC നിലവിൽ വന്ന വർഷം. UGC നിലവിൽ വന്ന വർഷം 1953. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ. UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് UGC നിലവിൽ വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് UGC നിലവിൽ വന്നത്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M ജഗദീഷ് കുമാർ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M ജഗദീഷ് കുമാർ. അപ്പോൾ UGC രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ M ജഗദീഷ് കുമാർ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനുമായി 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAAC. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനുമായി 1994 സ്ഥാപിച്ച സ്ഥാപനം NAAC. NAAC മീൻസ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NAACൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. NAACൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊൽക്കത്ത. 1857. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ബെതുൻ കോളേജ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ബെതുൻ കോളേജ് കൊൽക്കത്ത. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനുമായി 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAAC. NAAC മീൻസ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NAACൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല 1857 കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് കൊൽക്കത്തയിലെ ബെതുൻ കോളേജ്. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി ആയ വർഷം 1921. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാല ആയ വർഷം 1921. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. IGNOU നിലവിൽ വന്നത് 1985. IGNOUവിൻ്റെ ആസ്ഥാനം ഡൽഹി. IGNOUവിൻ്റെ ആസ്ഥാനം ഡൽഹി. അപ്പോൾ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാല ആയ വർഷം 1921. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU നിലവിൽ വന്നത് 1985. IGNOUവിൻ്റെ ആസ്ഥാനം ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള പേര് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള പേര് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള പേര് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി.
ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് പൂർണ്ണരൂപം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് പൂർണ്ണരൂപം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് പൂർണ്ണരൂപം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ സുമൻ ബറി. നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ സുമൻ ബറി. നീതി ആയോഗിൻ്റെ പ്രഥമ CEO. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളർ. സിന്ധുശ്രീ ഗുള്ളർ ആദ്യ വനിതയാണ്. ആദ്യ വനിത. നീതി ആയോഗിൻ്റെ ആദ്യ വനിതാ CEO കൂടിയാണ് സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ സ്ഥിരം മെമ്പർമാർ VK സാരസ്വത്, രമേശ് ചന്ദ്, വിനോദ് പോൾ. നീതി ആയോഗിൻ്റെ സ്ഥിരം മെമ്പർമാർ VK സാരസ്വത്, രമേശ് ചന്ദ്, വിനോദ് പോൾ. അപ്പോൾ നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ സുമൻ ബറി. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളർ ആദ്യ വനിത കൂടിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ സ്ഥിരം മെമ്പർമാർ VK സാരസ്വത്, രമേശ് ചന്ദ്, വിനോദ് പോൾ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDCക്ക് പകരം രൂപം കൊണ്ട സംവിധാനം ഗവേണിംഗ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരം രൂപം കൊണ്ട സംവിധാനം ഗവേണിംഗ് കൗൺസിൽ. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനു പകരം രൂപം കൊണ്ട സംവിധാനം ഗവേണിംഗ് കൗൺസിൽ. NDCക്ക് പകരം രൂപം കൊണ്ട സംവിധാനം ഗവേണിംഗ് കൗൺസിൽ. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേങ് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേങ് സിംഗ് അലുവാലിയ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രി. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967. ഗാന്ധിയൻ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ശ്രീ നാരായണൻ അഗർവാൾ 1944. ഗാന്ധിയൻ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ശ്രീ നാരായണൻ അഗർവാൾ 1944. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേങ് സിംഗ് അലുവാലിയ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967. ഗാന്ധിയൻ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ശ്രീ നാരായണൻ അഗർവാൾ 1944. പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് MN റോയ് 1945. പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് MN റോയ് 1945. സർവോദയ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ
1950 സർവോദയ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ 1950. അപ്പോൾ പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് MN റോയ് 1945. സർവോദയ പദ്ധതി എന്ന ആശയം അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ 1950.